എൻ്റെ പേര് ഫാദർ മാനുവൽ പൈഗഡ. ഞാൻ ഡോൺ ബോസ്കോ സഭാംഗമാണ്. നോർത്ത് ഈസ്റ്റിൽ വന്നിട്ട് ഏകദേശം 50 വർഷമായി. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഒരു മിഷണറി ആയിട്ടൊരു ഫാറവേ മിഷൻ ലാൻഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ആയിട്ട് ഏകദേശം 9 വർഷമായി. വളരെ സന്തോഷത്തോടെ ഈ ഫാറവേ വില്ലേജുകളിൽ മിഷൻ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് പാത്തെ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടം വരെ വരാൻ വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വഴിയുണ്ട്, പക്ഷേ വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. കഷ്ടിച്ച് നമ്മുടെ ഒരു സ്പെഷ്യൽ 4x4 ഒക്കെ ഉള്ളൊരു വണ്ടിയിൽ വരാൻ സാധിക്കുമെന്ന് മാത്രം. വണ്ടികൾ വരവൊക്കെ വളരെ കുറവാണ്. ഈ വില്ലേജിൽ അധികം കുടുംബങ്ങളില്ല, ഒരു 20 കുടുംബങ്ങളാകെയുണ്ട്. അതിലൊരു 12 കുടുംബങ്ങൾ കത്തോലിക്ക കുടുംബങ്ങളാണ്. ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി കുർബാനയും കുമ്പസാരവും കൊന്തചെലുത്തും എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള ശാപ്പാട് ഒരുക്കും. അതും കഴിച്ചിട്ട് ഞാൻ താമസിക്കുന്ന ഏരിയയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഇന്ന് തന്നെ വൈകിട്ടത്തേക്കും അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥയൊക്കെ ഏത് സമയത്തും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം വഴിയിൽ തങ്ങിപ്പോയെന്ന് വരും. അങ്ങനെയുള്ള പല പ്രതിസന്ധികളുമുണ്ട്. എന്നാലും മിഷൻ വർക്ക് വളരെ ഭംഗിയായി തന്നെ പോകുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അവർ ഗേറ്റ് ഉണ്ടാക്കുന്നേ ഉണ്ടോ? क्या नया गेट बना रहा है? अयो मिथुन तो आजकल उपाय नहीं होता. അയ്യാ, ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടൊരു 2 മണിക്കൂറോളമായി. ഇന്ന് നല്ല വെയിലുമുണ്ട്. അത് കാരണം നടപ്പൊരു ശകലം വിഷമത്തിലാവുള്ളത്. ഈ വഴിക്ക് കാടും പള്ളയും, ഈ കാട്ടിലൊത്തിരി തോട്ടപ്പുഴു, ലീച്ചെന്ന് പറയുന്ന സാധനമുണ്ട്. അവൻ നമ്മളെ ഒത്തിരി അറ്റാക്ക് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയൊരു കൊതുകിനേക്കാളും ചെറിയൊരു സാധനമുണ്ട്. ഇവിടെ ഡം എന്ന് പറയും അതിൻ്റെ പേര്. അവന് ഒത്തിരി നമ്മളെ ഉപദ്രവിക്കുന്ന പാർട്ടിയാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒത്തിരി വേദന വരും, കാലുകഴപ്പ് വരും. ചിലർക്ക് വസൂരി വന്ന പോലെ കുമളയായിട്ട് പൊങ്ങി വരും. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതേവരെ. പിന്നെ പ്രായമൊക്കെ ആയത് കാരണം നടപ്പിന് സ്പീഡ് കുറഞ്ഞെന്ന് മാത്രം. കയറ്റം കയറുമ്പം പതുക്കെയാണെങ്കിലും അങ്ങ് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങൾ ഒരു അരമണിക്കൂർ നടന്നാൽ പള്ളിയുടെ അടുത്തെത്തും. പിന്നെ ആളുകളൊക്കെ പള്ളിയിലോട്ട് പോയിട്ടുണ്ട്, കുറച്ച് പേര്. ഒരു ചെറിയ ഗ്രാമത്തിലെ പള്ളിയായത്. ഞാനിപ്പം നിൽക്കുന്നത് 4500 അടി സീ ലെവലിന് മുകളിലാണ്. ഇവിടെ മിക്കവാറും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പം നവംബറായി. ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം 0 ഡിഗ്രി ടെമ്പറേച്ചർ ആകും. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. എന്നാലും പൊതുവേ നല്ല കാലാവസ്ഥയാണെന്ന് വേണം പറയാൻ. കാരണം ഇവിടെ തണുപ്പ് കാലാവസ്ഥയായത് കാരണം അധികം പേർക്കും അങ്ങനെ അസുഖം വരാറില്ല. വിൻ്റർ തണുപ്പുകാലം ഏകദേശം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഈ നാട്ടിലുള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് വിറക്.
വിറക് ഒത്തിരി ഉണ്ട്. എന്നാലും നല്ലപോലെ കത്തുന്ന തടിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ മരത്തിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് മരത്തിനെ ഉണക്കിയെടുക്കും. മരം ഉണങ്ങിയെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഇവനെ മറിക്കും. വെട്ടി കുറേ ചുമന്ന് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. എന്നാലും അവർ കൊണ്ടുപോകും. കാരണം എല്ലാവരുടെയും വീട്ടിൽ 24 മണിക്കൂറും തീ കത്തുന്നുണ്ട്. തീയില്ലെങ്കിൽ പെരയ്ക്കകത്ത് ഭയങ്കര തണുപ്പായിരിക്കും. നോക്കിയാൽ മൊത്തം കാട് പോലെയാണ് കാണുന്നത്. നല്ല മരങ്ങളുണ്ട്, വിറകിനുള്ളതുണ്ട്, തടിക്കുള്ളതുണ്ട്, എല്ലാം കൊണ്ടും ഫലപുഷ്ടമായൊരു ഏരിയ ആണ്. Halo, Ugulo. Wah, ukuri namjideri. Hah? Jiram. Jiram. നല്ലൊരു നടപ്പിന് ശേഷം പള്ളിയുടെ ഗേറ്റിലെത്തി. ഇതിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. Langang koyan ko Ishwar, Hoging, age abang guruan ni bermetuglum, agyalong ngo bingten, ngo puja ritriang nam ritu koga, ngo atu manggar, rimari koga, Ishwarani. Langang koyan ko Ishwar ngulaman niya mang bate, Hoging ulge ritria rukanama magiatukup, Hoge kulukurium godabe, niti sangwam jitu bekang. Amen. Ishwar sayano, Ganga samaya govemunam parayate yavato, Panyato melenge Ishwara boli, Sanguam jibure molo melenga, Panyato melenge Ishwara boli, Sanguam jibure molo melenga. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇത് എൻ്റെ പള്ളിയാണ്. പള്ളിയും പള്ളിയുടെ ചുറ്റുപാടുമൊക്കെ ഒത്തിരി എന്തെന്നാ പറയുക, ബാക്ക്വേർഡ് റിമോട്ടാണ് എന്ന് തോന്നും. പക്ഷേ ആളുകളൊക്കെ വളരെ സിമ്പിളാണ്, സിൻസിയറാണ്. പ്രാർത്ഥിക്കുന്നത് ഒത്തിരി ഹൃദയത്തിൽ നിന്ന്. നമുക്കും പ്രാർത്ഥിക്കാനും നമ്മുടെ വിശ്വാസത്തിന് തന്നെ ഒരു ശക്തി വരും ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ. ഞാൻ 1975 നാട്ടിൽ നിന്ന് പോന്നതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. അന്ന് വരെ കേരളത്തിന് പുറത്തിറങ്ങിയിട്ടില്ല, ഒരു ട്രെയിനിൽ പോലും കയറിയിട്ടില്ലായിരുന്നു. നേരെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ലോങ് ജേർണി, 6 ദിവസം മുഴുവൻ തീവണ്ടിയിൽ ഇരുന്ന് ഷില്ലോങ്ങിലെത്തി. അന്നൊന്നും നമ്മുടെ കാരണന്മാർ നീ എവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, അങ്ങനെ അതിനെപ്പറ്റിയൊന്നും ബേജാറായില്ല, ചിന്തിച്ചില്ല. ഇൻഫാക്റ്റ് അവർ അപ്പനും അമ്മയും കുടുംബാംഗങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചിന്താക്കുഴപ്പവുമില്ലാതെ മിഷൻ ലാൻഡിലേക്ക് നേരിട്ട് പോന്നു. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, സംതൃപ്തിയുള്ള ഒരാളാണ്. കാരണം പക്ക മിഷൻ സ്റ്റേഷനിൽ, മിഷൻ സെൻറ്ററിൽ ആണുള്ളത്. ഒറ്റയ്ക്കാണ് താനും, അച്ഛന്മാർ വേറെ ആരുമില്ല. ഒരു പുതിയ ഇടവക തുടങ്ങി അതിലുള്ള ആളുകളെ
അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കാര്യങ്ങളൊക്കെ അധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ തന്നെ പോകുന്നു. ഈ ഭൗതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. റോഡില്ല, മിക്കവാറും ഉള്ള റോഡ് മോശമായിരിക്കും. പിന്നെ ഒത്തിരി ദൂരം നടക്കണം. ആഹാരം ഇവിടുത്തെ രീതിയും നമ്മുടെ രീതിയോ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊന്നും ഇന്നൊരു ഇഷ്യൂവേ അല്ല. അവർ തരുന്ന എന്താണെങ്കിലും കഴിക്കുക, അവർ തരുന്ന സ്ഥലത്ത് കിടക്കുക, അതൊക്കെ ഒരു ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ മിഷണറി ജീവിതം ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ 100% ഐ എം ഹാപ്പി, സാറ്റിസ്ഫൈഡ്. ഒത്തിരി സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഇനിയും തുടർന്ന് ജോലി ചെയ്യുവാൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. Hatain melambang getaku, angge mabesi jari cama pakutas, niti deru hange, nikamu melenge, nikriapa melenge, nikamu melenge, nikriapa melenge. Abu ko hoge tribuya jalamen ga. Amen. Prabhu nam ngo lokiam mang jeng den, den baden Prabhu nam ngo, nage dere buddha poham, mulam te dubditare, sangyom madavintare, namigage. Nagyalo, Virginam Santo Eterka, Jengbang Donglong Bolle Gabe, Hangi Yanjab, Umdu Dengo, Penyoga Sam, Nam Jingringul. ഞങ്ങളിവിടെ ഹീന കുമാർ എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ഇവിടുത്തെ ചേട്ടത്തിയുടെ അമ്മ മരിച്ചുപോയി. അവർക്ക് 80 മേലെ പ്രായമുണ്ടായിരുന്നു. 1 വർഷത്തോളം ക്ഷീണമായിട്ട് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പം ഇരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ആ അമ്മച്ചി മരണമടഞ്ഞത്. മരണത്തിന് ശേഷം ഇവരുടെ രീതി അനുസരിച്ച് അച്ഛന്മാരടുത്തുണ്ടെങ്കിൽ അച്ഛന്മാരെ വിളിക്കും. അച്ഛന്മാർ വന്ന് ആശീർവദിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് ശേഷമേ അവർ സാധാരണ വേറെന്തെങ്കിലും ചെയ്യുള്ളൂ. ഇവരുടെ രീതിക്കനുസരിച്ച് മരിച്ചപ്പോൾ എങ്ങനെ കിടന്നോ അതേ പിടി തന്നെ ആളെ തുണിയിൽ പൊതിഞ്ഞാണ് അടക്കുക. ഇവരുടെ ഒറിജിനൽ സ്റ്റൈൽ അനുസരിച്ച് കോഫിൻ ശവപ്പെട്ടിയില്ല. ഈ ചേട്ടത്തെയും ശവപ്പെട്ടിക്കകത്തല്ല അടക്കിയത്. ചിലരൊക്കെ ഇപ്പം ശവപ്പെട്ടിക്കകത്ത് അടക്കും. ഇവിടുന്ന് ഈ ചേട്ടത്തിയുടെ ഒറിജിനൽ വില്ലേജിൽ കൊണ്ടുപോയാണ് അടക്കിയത്. ഈ നാട്ടിലെ മനുഷ്യരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് ഏലം.
നമ്മുടെ നാട്ടിലുള്ള ഏലത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ വലുതും ചുമന്ന നിറമുള്ളതുമാണ്. ഇപ്പോൾ ഇതിന് നല്ല മാർക്കറ്റുണ്ട്. കിലോയ്ക്കൊരു 1300-400 രൂപ കിട്ടും. അതുകൊണ്ട് ഒരുപാട് പേര് അവരുടെ പറമ്പ് മുഴുവൻ ഈ എലാച്ചി നട്ടിട്ടുണ്ട്. ഞങ്ങളും അച്ഛന്മാരും ടീച്ചേഴ്സും ഒക്കെ സമയം കിട്ടുമ്പോൾ സൗകര്യം പോലെ ഇവരുടെ കൂടെ പണിയാൻ ബഗാനിൽ വരും. അപ്പോൾ അവരുമായിട്ട് ഒത്തിരി നല്ല സൗഹാർദ്ദം ഉണ്ടാകും. അവർക്കും സന്തോഷം, നമുക്കൊരു സന്തോഷം. ഇങ്ങനെ പാടത്ത് പോയി പണിയുക, അത് വലിയ ഒരു കാര്യമാണ് അവർക്ക്. അപ്പോൾ അവരുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് രസിച്ച് അവരുടെ ആഹാരമൊക്കെ കഴിച്ച്, അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് ഒത്തിരി ഒരു അടുപ്പം വരും. നമുക്ക് അവരോടും അതുപോലെ തന്നെ. ഈ പാടമൊക്കെ സാധാരണഗതിയിൽ എല്ലാ വർഷവും തുടങ്ങുന്നതിന് മുമ്പ് ഒരു അച്ഛന്മാരെ വിളിക്കും പാടം വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ വെഞ്ചരിപ്പോടുകൂടി കൃഷി നന്നായിരിക്കണം, ആ വർഷത്തെ വിളവ് നന്നായിരിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട്. തന്നെയുമല്ല, ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ ചെടിയുടെ ചുവട്ടിൽ ചിലപ്പോൾ പാമ്പ് വന്ന് തണുപ്പ് വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ഇവരിതിനിടയ്ക്ക് പണിയുമ്പം പലർക്കും പാമ്പ് കടി ഏൽക്കാറുണ്ട്. പിന്നെ കുറച്ച് ദൂരെ പോയാൽ അവിടെ മദർ തെരേസ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരൊരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ഈ പാമ്പ് കടിയേറ്റവരുടെ. ഈ കല്ല് വെച്ച് അത് വലിയൊരു ഉപകാരമാണ് ഈ മനുഷ്യർക്ക്. പാമ്പുണ്ട്, തേളുണ്ട്, പിന്നെ തോട്ടപ്പുഴു ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഈ നാട്ടിലെ പണിയെടുക്കുന്നവർക്ക്. പിന്നെ എല്ലാ വർഷവും ഇതിൻ്റെ ഒരു ചെറിയൊരു ഓഹരി ഈ എലാച്ചിയുടെയോ മറ്റ് പഴവർഗ്ഗങ്ങളോ പയറ്, മത്തങ്ങ ഇതെല്ലാം പള്ളിയിൽ ഓഫർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടി വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച്, പിന്നെ അവരപ്പം നമ്മളെ അവരുടെ വീട്ടിലോട്ട് ഒരു ചെറിയൊരു സദ്യയ്ക്ക് വിളിക്കും. സുഖമായിട്ട് എല്ലാവരും അവിടെ പോയി കഴിച്ച് വളരെ എൻജോയബിളായ ഒരു ഗ്രാമപ്രദേശ സെറ്റപ്പാണ് ഉള്ളത്. ചെടിയെന്ന് പറിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനകത്ത് നിന്ന് ഇതിങ്ങനെ ഊരിയെടുക്കണം, എന്നിട്ട് ഇത് കളയും. അതാ ഈ വഴിയിലോ കിടക്കുന്ന കാണുന്ന സാധനം നമ്മുടെ ഇതിൻ്റെ തൊണ്ട് പോലെ. ഇതിനകത്ത് ഇസ്ക അന്തർമയാണോ കുട്ടി? യാ ഇനി ഇത് ഉണങ്ങിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഏരിയയിൽ സാധാരണ മിക്കവാറും മഴയും മഞ്ഞുമാണ്. വെയിൽ കിട്ടുന്ന ദിവസം തീരെ കുറവാണ്. അതുകൊണ്ട് ഇവരൊരു സ്പെഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കും. അതാ ഈ പുറകെ കാണുന്നത്, ആ പുക വരുന്നത്. അടിയിൽ തീയ്, മുകളിലൊരു നെറ്റ് ഇട്ടിട്ട് നെറ്റിൻ്റെ മുകളിലാണ് ഇത് ഉണങ്ങാനിടുന്നത്. ഒരു 5-6 മണിക്കൂർ ഈ തീയിട്ട് പുകച്ചാൽ ഇവൻ ഉണങ്ങി കിട്ടും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം ആരെങ്കിലുമൊക്കെ കച്ചവടക്കാർ ഇവിടെ വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകും. അത് കാരണം ഇവർക്ക് ഇതുമായിട്ട് ചുമന്ന് ദൂരത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളെ നാട്ടിൽ ഏകദേശം കപ്പ വാട്ടുന്ന പോലെയൊക്കെ തന്നെയാണ്. അടിയിൽ വലിയ തടിയിട്ട് കത്തിച്ച് നല്ല തീയാക്കും. എന്നിട്ട് മുകളിൽ അതിടുമ്പോൾ ഒരു 2-3 ക്വിൻ്റൽ വെയിറ്റ് വരും. അത് ഉണങ്ങി കഴിയുമ്പം അതിൻ്റെ ഒരു 4-1 വെയിറ്റ് ആയിട്ട് കുറയും. ഞങ്ങളിനി സ്കൂളിലോട്ട് പോവുക. ഇവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ ഒരു സൗകര്യവും ഇല്ല. ഇവരുടെ വീടുകളിൽ കസേര, മേശ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. പിള്ളേർക്ക് പഠിക്കാനും പറ്റിയല്ല. തന്നെയല്ല, കാരണവന്മാർക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാരണം ഇവരെ പഠിപ്പിക്കാനോ അതിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യാനോ അവർക്ക് പറ്റുന്നുമില്ല. അത് കാരണം മിക്കവാറും ദിവസങ്ങളിൽ ഈ പിള്ളേരൊക്കെ വൈകിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വരും. അവിടെ കുറച്ച് സമയമൊക്കെ ഇരുത്തി കുറച്ച് പഠിപ്പിക്കും, കുറച്ച് സമയം കളിക്കും. പിള്ളേർക്ക് വളരെ ജോലിയാണ്. അതിൽ അവർ കുറേയൊക്കെ നല്ലപോലെ വളർന്നു വരും എന്നൊരു പ്രതീക്ഷ. ഇതുമൂലം പേരൻസുമായിട്ട് ഒത്തിരി നല്ല കോണ്ടാക്റ്റ് വരുന്നുണ്ട്. പേരൻസിന് വലിയ സന്തോഷമാണ് പിള്ളേർ നമ്മുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത്. അത് കാരണം
പിള്ളേർക്ക് സന്തോഷമാണ്, അവർക്ക് ഒരു ജോളിയാണ്. അല്ലെങ്കിൽ അവർക്ക് കളിക്കാനും അതിനുള്ള റിക്രിയേഷനുള്ള യാതൊരു സൗകര്യങ്ങളും ഒരിടത്തും ഇല്ല. സോ कैसे शुरू करता है? ऐसे करता है. हाँ हाँ, join your hands, close your eyes. We will say the prayer, our Father. Okay? Yeah, who will start? Who art in heaven, hallowed be thy name. The kingdom come. Give us this day our daily bread. Forgive us our trespasses, as we forgive those who trespass against us. Lead us not into temptation, but deliver us from evil. Amen. ഏകദേശം 10 വർഷക്കാലം ഞാനിപ്പം അരുണാചൽ പ്രദേശിൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ദീർഘമായ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം തന്നെയാണിത്. കുറച്ച് പ്രായമായി എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻജോയിങ് ഗുഡ് ഹെൽത്ത്. അതുകൊണ്ട് ഈ മലകളെല്ലാം ഇപ്പോഴും നടക്കാനും കയറാനും ഇറങ്ങാനും ഇവരുടെയുള്ള മനുഷ്യരോടൊത്ത് ജീവിക്കാനും അവരുടെ ആഹാരം കഴിച്ച് അവരുടെ സ്റ്റൈൽ ജീവിക്കാനും സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും ഈ നാട്ടിൽ വർക്ക് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ദൈവം തരുന്ന സമയം മുഴുവനും ഇവിടെ തന്നെ ജീവിക്കുവാൻ തന്നെയാണ് ആഗ്രഹം. ദൈവാനുഗ്രഹത്തിൻ്റെ വർഷങ്ങളാണിതെല്ലാം. ദൈവം തീർച്ചയായിട്ടും ഇവിടെയുണ്ട് ഈ കുഞ്ഞുമക്കളുടെ കൂടെ. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇവിടെയുള്ള പണികളെല്ലാം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ മിഷണറി വേല ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വേലയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ അത്യധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. God bless you all. Thank you so much.